നേരത്തെ കാലത്തെ തുടരുകയാണ്. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായേക്കും. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിൽ തീരുമാനമെടുക്കും. തദ്ദേശ വാർഡ് വിഭജനത്തിനായി ബിൽ സഭയിൽ കൊണ്ടുവരാൻ നീക്കം. നടപടി ഓർഡിനൻസ് ഗവർണർ മടക്കിയതോടെ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകർക്ക് നഷ്ടപരിഹാരത്തിനുള്ള ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന്. റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറും. നഷ്ടപരിഹാരം കണക്കാക്കുക മത്സ്യത്തിന്റെ ഗുണനിലവാരവും അളവും പരിഗണിച്ച്. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഇന്ന് പ്രശ്നബാധിത മേഖലകളിലെത്തി മൊഴിയെടുക്കും. കോഴിക്കോട് മേടമ്പറ്റ കുന്നിടിക്കലിൽ കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. വീടുകളിൽ മണ്ണും ചെളിയും ഒലിച്ചിറങ്ങിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. കാസർഗോഡ് ബാലികയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണം എങ്ങും എത്തിയില്ല. പ്രതിയെ തേടി പരക്കം പാഞ്ഞു പോലീസ്. കേരളത്തിന് പുറമെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും തെരച്ചിൽ. IPL ഫൈനലിൽ കൊൽക്കത്തയുടെ എതിരാളികളെ ഇന്നറിയാം. 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മത്സരം വൈകിട്ട് 7:30 ചെന്നൈ